ഇ.പി. ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നത്യം സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനത് അന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ്. അർഷോയേക്കാൾ ഭീകരതയായിരുന്നു അന്ന് മഹാരാജാസ് കോളേജിൽ പി രാജീവ് സൃഷ്ടിച്ചിരുന്നത്. അദ്ദേഹം ഇന്നൊരു ഡമ്മി മന്ത്രിയാണ്. ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് നിലവിൽ കുറച്ചു കാലമായി ഒരു റിക്രൂട്ടിംഗ് ഏജൻ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് CPM-ലേക്ക് മാത്രമല്ല BJP-യിലേക്കും ഈ റിക്രൂട്ടിംഗ് ഏജൻസി പണി അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇവരുടെയൊക്കെ ദല്ലാളന്മാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ, എൻ്റെ ഉൾപ്പെടെയുള്ള പേരുകൾ പരാമർശിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അതിൻ്റെ മറുപടി പറയേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഇവരുടെ ദല്ലാൾ എൻ്റെ പേര് പരാമർശിച്ചപ്പോൾ ഞാൻ അതിന് മറുപടിയായി പറഞ്ഞത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദല്ലാളും ഇ.പി. ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി. എന്നാൽ അന്ന് തന്നെ ഞാൻ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞതാണ്. പിന്നെ എന്തുകൊണ്ട് അന്നത് പുറത്തു പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിന് അത്രയ്ക്കുള്ള വിലയെ ഞാൻ കണ്ടിരുന്നുള്ളൂ, അത്രയ്ക്കുള്ള വാല്യൂ മാത്രമേ ആ സമീപനത്തിൽ ഞാൻ കണ്ടിരുന്നുള്ളൂ. ഇ.പി. ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നത്യം സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനത് അന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ്. പിന്നെ പി രാജീവ് ഇന്നലെ എന്നെ പരാമർശിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. പി രാജീവിനെ എനിക്ക് ഇവിടെ വ്യവസായ മന്ത്രിയായി വന്നപ്പോൾ മാത്രമല്ല പരിചയമുള്ളത്. 90കളിൽ 89 മുതൽ 90കളിൽ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം വന്നിരുന്നത് വ്യവസായ മന്ത്രിയായിട്ടല്ല. ഇന്നിപ്പോൾ സിദ്ധാർത്ഥിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, SFIയുടെ ഇടിമുറികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അന്ന് പുറത്തുനിന്ന് അവിടെ പഠിക്കാത്ത പി രാജീവ് എന്ന DYFIക്കാരൻ എന്തിനായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ ഇടിമുറിയിൽ വന്നിരുന്നത്, എന്തിനായിരുന്നു അവിടുത്തെ യൂണിയൻ ഓഫീസിൽ വന്നിരുന്നത് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ അന്ന് യൂണിറ്റ് പ്രസിഡൻ്റാണ് മഹാരാജാസിലെ. അന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രൂരമായി മർദ്ദിക്കുന്നതിനും ആക്രമിക്കുന്നതിനും SFIക്ക് നേതൃത്വം കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ സിദ്ധാർത്ഥുമാരെ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പി രാജീവ്. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായിട്ട് എത്തരത്തിലാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളർന്നത് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ആ ചരിത്രമൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അച്ചടി ഭാഷയും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംസാരവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അന്ന് പെൺകുട്ടികളെ ഉൾപ്പെടെയുള്ള വിളിച്ചിരുന്നത് ഇന്ന് അർഷോ വിളിക്കുന്ന അതേ ഭാഷയിൽ തന്നെയായിരുന്നു. അർഷോയേക്കാൾ ഭീകരതയായിരുന്നു അന്ന് മഹാരാജാസ് കോളേജിൽ പി രാജീവ് സൃഷ്ടിച്ചിരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി തെളിയിക്കുവാൻ, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലുള്ള എൻ്റെ സ്പേസ് തെളിയിക്കുവാൻ എനിക്ക് പി രാജീവിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഇന്നൊരു ഡമ്മി മന്ത്രിയാണ്. അദ്ദേഹത്തിന് എന്താണ് CPM-ൽ നടക്കുന്നത് എന്നറിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇ.പി. ജയരാജൻ വന്ന് സംസാരിച്ചതുപോലും അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറഞ്ഞത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ മതിലെഴുതിയതിന് ശേഷം ആ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ അവതരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ആർക്കും അറിയാത്ത ഒരു ഡോക്ടർ ജോ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ ചില രാഷ്ട്രീയമൊക്കെ ഉണ്ട്, താല്പര്യങ്ങളുണ്ട്. അതൊന്നും ആയിരിക്കില്ല CPM-ന്റെ നേതൃത്വവും ഇ.പി. ജയരാജനെ പോലുള്ള സീനിയറായിട്ടുള്ളവരും ആലോചിച്ചിട്ടുണ്ടാവുക. അത് അദ്ദേഹം അറിയാതിരുന്നത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. അദ്ദേഹത്തെ അത്തരത്തിലുള്ള വില മാത്രമേ CPM-ന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ പറയുന്നത് അനുസരിക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകനായ മന്ത്രി പറയുന്നത് അനുസരിക്കാനുള്ള വെറും ഡമ്മി മന്ത്രി മാത്രമാണ് പി രാജീവ് എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കൂടുതലായി ഇനി പി രാജീവ് പറഞ്ഞാൽ അതിനുള്ള മറുപടി പഴയ ചരിത്രം കൂടി പറയാൻ ഞാൻ തയ്യാറുമാണ്.